ഫ്രണ്ട്സ് ഫാക്ട് അഥവാ ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിനെയാണ് വിളിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് വേക്കൻസി. അത്യാവശ്യം നമുക്ക് സാലറി ഒട്ടനവധി കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കേരളത്തിലുള്ളവർക്കേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ചാനലിൽ കയറി ഇത്തരം വീഡിയോസൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. 6/5/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് സാലറിയോട് കൂടി അത്യാവശ്യം എന്താണ് വർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പിന്നെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇത്തരം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയുള്ള ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളുടെ എലിജിബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലാണ്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്, ഇൻ എനി ഡിസിപ്ലിനാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിന് കണ്ടീഷൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 വർഷം ഡ്യൂറേഷൻ ഉള്ളതോ അല്ലെങ്കിൽ 6 സെമസ്റ്റർ ഡ്യൂറേഷൻ, ഇനി നമ്മൾ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 6 സെമസ്റ്റർ, അതല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രി ആയിരിക്കണം. അതായത് 4 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രി ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. 50% മാർക്ക് വേണമെന്നുള്ളതാണ്. എന്നാൽ SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 40% മാർക്ക് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 50% മാർക്ക് വേണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ 3 വർഷമോ അല്ലെങ്കിൽ 6 സെമസ്റ്റർ വൈസ് ആണെങ്കിൽ 6 സെമസ്റ്റർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഡിഗ്രി കഴിഞ്ഞവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതായത് BE or BTech ഒക്കെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനൊക്കെ അപ്പോൾ 4 വർഷം ഡ്യൂറേഷനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന മാക്സിമം 3 ഇയർ ആണ് അവർ പറയുന്നത്. 3 ഇയർ അല്ലെങ്കിൽ 6 സെമസ്റ്റർ ഈ ഡ്യൂറേഷനിലുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ ആണ് വേക്കൻസി. കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏജ് ലിമിറ്റ് 26 ആണ്. എന്നാൽ OBC കാൻഡിഡേറ്റ്സ്, OBC NCL ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെയും, ദെൻ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31 വയസ്സ് വരെയും, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ, എക്സ് സർവീസ്മെനൊക്കെ. ഇനി ഇതിവിടെ പറയുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് ഈ സ്റ്റേറ്റ് വൈഡ് കേരള ബേസിസ് ആൻഡ് കാൻഡിഡേറ്റ് ഷാൽ സബ്മിറ്റ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നതിന് തെളിവായിട്ട് നമ്മൾ ഈ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അപേക്ഷയുടെ കൂടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയാണ്. അത് മാത്രമല്ല ഇതിലേക്ക് നമ്പർ ഓഫ് വേക്കൻസി ഒന്നും പറയുന്നില്ല. ഇതിലേക്ക് ഈ പറയുന്ന എന്താണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ അവർ ഇതിനനുസരിച്ച് മറ്റു വിവിധ മേഖലയിലേക്കൊക്കെ എന്ത് ചെയ്യും, അവർ റിക്രൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, വിവിധ സെക്ടറിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ഇയറോ അല്ലെങ്കിൽ 6 സെമസ്റ്ററിനോ മുകളിലുള്ള ഡ്യൂറേഷനുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് എലിജിബിൾ അല്ലാന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാനത് പറഞ്ഞത്. ഇനി കുറച്ച് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇനീഷ്യലി ഇതിലേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് 2 വർഷത്തേക്കാണ്. അത് റിന്യൂവബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഡിപ്പെൻസ് കുറച്ച് കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് റിന്യൂ ചെയ്യുന്നത് വീണ്ടും 2 വർഷത്തേക്കൊക്കെ റിന്യൂ ചെയ്യാവുന്നതാണ്. അത് ഓരോ സ്പെല്ലായിട്ട്, അതായത് 2 സ്പെല്ലായിട്ട് ഓരോ വർഷം എന്നുള്ള രീതിയിലായിരിക്കും റിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസും കമ്പനിയുടെ റിക്വയർമെൻറ്റും ഒക്കെ അനുസരിച്ചായിരിക്കും റിന്യൂ ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് കൺസോൾട്ടേറ്റഡ് പേയ്മെൻറ്റ് മന്ത്ലി 25,000 രൂപയാണ് മന്ത്ലി ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ സക്സസ്ഫുള്ളി ഓരോ ഇയറും കംപ്ലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു 3% അത് ഇൻക്രീസ് ചെയ്യുന്നതും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലീവ്, ESI, പ്രൊവിഡൻറ്റ് ഫണ്ട്, TA, DA തുടങ്ങിയിട്ട് മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എക്സ്ട്രാ എന്ന് പറയുന്നുണ്ട്. ഇനി SC/ST, OBC, EWS, PWD, എക്സ് സർവീസ്മെനൊക്കെ നിയമാനുസൃതമുള്ള ഏജ് റിലാക്സേഷനും റിസർവേഷനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റിൽ നമ്മൾ പറഞ്ഞു SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD ആണെങ്കിൽ 10 വർഷം, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളെയാണ്. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്കുള്ള സെലക്ഷനാണ്. ഇനി അടുത്ത നമ്മളിതിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ GOCL എജുലാൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ ഞാൻ പുതുതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന എയർപോർട്ട് ജോബ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ MRP 50% ഓഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 200 രൂപ ഓഫർ കിട്ടും. നിങ്ങൾ GOCL ക്യാപിറ്റൽ ലെറ്ററിൽ 14 അടിച്ചാൽ നിങ്ങളിത് ബൈ ചെയ്യുമ്പോൾ ഒരു 200 രൂപയും പാടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് മൈനസായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആദ്യത്തെ 100 പേർക്കായിരിക്കും ആ ഒരു അവസരം ഉണ്ടായിരിക്കും, ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ബൈനൊന്നിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇത് വാങ്ങിയാനുള്ള ബെനിഫിറ്റ് ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ ഇതേമാതിരി നിങ്ങൾക്ക് ഫോൾഡർ വൈസ് കാണാൻ പറ്റും. ഇപ്പോൾ മെയ്യിലെ ജോബ്സാണ്, മെയ് മന്തിലെ ജോബ്സാണ്. ഇവിടെ മെയ് ജോബ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ഫോൾഡർ വൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ
നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ആമസോൺ വർക്ക് ഫ്രം ഹോം ജോബ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ PDF ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആമസോണിൻ്റെ ചാനൽ ടീം ലീഡ്, അതുപോലെ തന്നെ മറ്റു ആമസോൺ സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് ഫെയറിൻ്റെ ഇതുണ്ട്, എയർപോർട്ട് ജോബ്സിൻ്റെ കുറച്ച് PDF ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് യാതൊരുവിധ ആഡോ കാര്യങ്ങളൊന്നുമില്ല, അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ, അതായത് ഇപ്പോൾ ഇത് പ്രൈവറ്റ് ജോബാണ്. നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും നമ്മൾ ഗവൺമെൻറ് ജോബ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വലിയ വലിയ പ്രൈവറ്റ് മേഖലയിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കിട്ടും ഓപ്പൺ ആയിട്ടുള്ള, അതിലൂടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ അപേക്ഷയൊക്കെ കൊടുത്ത് അതുപോലെ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് അതൊക്കെ അവർ നോക്കി, അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് കണ്ടീഷനും പാടുണ്ട്, ഇതും പാട് നോക്കിയിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ഒരു എക്സാമോ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ മാർക്കും അതുപോലെ തന്നെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഫാക്റ്റിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരുപാടൊന്നും ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന ഒരു മുൻഗണന കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ്, അതായത് പാസിംഗ് ഇയർ നോക്കിയിട്ട് ഒരു മുൻഗണന കൊടുക്കും. അതായത് 2025 പാസ്സായവരും 2024 പാസ്സായിട്ടുണ്ടെങ്കിൽ 24 പാസ്സായവർ കുറച്ചും പാടാൻ മുൻഗണന കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ സീനിയോറിറ്റി നോക്കിയിട്ടൊക്കെ മുൻഗണന കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റാണ് ഇവിടെ തയ്യാറാക്കുക. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതും ഇവർ എന്താണ് ഇങ്ങനെ തന്നെ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപേക്ഷയുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് അത് മാറ്റം വരാം. മേ ബി പ്രിലിമിനറി ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വരാമെന്ന് കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് കാര്യങ്ങൾ വരുന്നതിന് മുൻപ് മേ ബി നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസിലൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഫാക്റ്റിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഒരു പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്. ഇനി അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ കയ്യിൽ നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇനി ഇവർ പറയുന്നത് ഈ പറയുന്ന BCom കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് പാനൽ, എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്പറേറ്റ് പാനൽ അവർ തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പാനലിൽ നിന്ന്, അതായത് മെയിൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു കോമൺ ആയിട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കും. ഇതിൽ BCom കഴിഞ്ഞവർ ഒരു പ്രത്യേക ലിസ്റ്റ് വേറെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ. നമ്മൾ കുറഞ്ഞ വേക്കൻസി എന്ന് വിചാരിക്കേണ്ട, പിന്നെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വരുമ്പോൾ അതൊന്നും എടുക്കും അവർ. അപ്പോൾ ഇങ്ങനെ ഈ BCom കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സെപ്പറേറ്റ് പാനലാക്കിയിട്ട് അതിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇനി വേറെ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ അതിലേക്കൊക്കെ അവിടെ ഇടുക. ഒക്കെ ഇവർ തീരുമാനിക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇതിപ്പോൾ 2 വർഷത്തേക്കാണ് നിയമിച്ചത്, ഇനി ചിലപ്പം 5 മാസത്തേക്കുള്ള വേക്കൻസികൾ വരാം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള വേക്കൻസികൾ വരാം. അങ്ങനെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ റെഡിയാണ്. നിങ്ങൾ അതിലേക്ക് അങ്ങനെയുള്ള വേക്കൻസി നിങ്ങൾക്ക് തരും ഈ പാനലിൽ നിന്നൊക്കെ. അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട 2 ഘട്ടമായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം, രണ്ടാമതായിട്ട് നമ്മളത് ഓഫ്ലൈൻ ആയിട്ടും ചെയ്യണം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്കൊരു ഗൂഗിൾ ഫോമാണ്. ഗൂഗിൾ ഫോം ഇതാണ്. ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഓൺലൈൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ആ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുകയും ആ സെയിം ഓൺലൈൻ ഫോമിൽ തന്നെ നമ്മൾ ഒരു ഓഫ്ലൈൻ ഫോം ഉണ്ട്. ഇതാണ് നമ്മൾ ഓഫ്ലൈൻ ഫോം. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് കാര്യം പറയാം. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈ ഗൂഗിൾ ഫോമിൽ തന്നെ ഇത് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഈ ഗൂഗിൾ ഫോമിൽ തന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, ഫൈനലി നമ്മളത് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ ഗൂഗിൾ ഫോം ഫില്ലിംഗ്, അതായത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആവും. സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1 നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന അതേ സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രിൻ്റ് എടുത്തിട്ട്, ഈ ഫോം പ്രിൻ്റ് എടുത്തിട്ട്, ഓഫ്ലൈൻ ഫോം പ്രിൻ്റ് എടുത്തിട്ട് മാനുവലി ഇതൊക്കെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഫോട്ടോ കൊടിച്ച് ഫില്ല് ചെയ്യണം. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സെയിം ഗൂഗിൾ ഫോമിൽ തന്നെ എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സ്കാൻ ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ് നമ്മളിത് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ഫോം എന്ത് ചെയ്യും, അവിടെ കംപ്ലീറ്റ്ലി സബ്മിറ്റ് ആവും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പാണ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത ആ ഒരു ഒറിജിനൽ അപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെ കുറച്ച് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സിൽ ഒന്നാമതായിട്ട് പറയുന്നത് കാണാം, ഫസ്റ്റ് പേജ് ഓഫ്
ഓഫ് അക്നോളജ്മെൻറ്റ് മെയിൽ റിസീവ്ഡ് ഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ ഫോം. അതായത് ഗൂഗിൾ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് വരും. അതായത് നിങ്ങളിത് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് പോലെ നിങ്ങൾക്ക് വരും. ആ മെസ്സേജ് ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ, അതായത് ഒറിജിനൽ അപേക്ഷയുടെ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അത് ഒരു കോപ്പി അത് വെക്കണം. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ 2, 3 ഒക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് മതി. ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. മൂന്നാമതായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് 10ാം ക്ലാസ് മുതൽ നിങ്ങളുടെ ഡിഗ്രി വരെയുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ഡിഗ്രി വരെയുള്ള അതിൻ്റെ മാർക്ക് ഷീറ്റും അതിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. നാലാമതായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് COP എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി ആണ്. അത് നമുക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫാക്റ്റിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല, അത് ഒഴിവാക്കാം നിങ്ങൾക്ക്. പിന്നെ 5ാമതായിട്ട് ഈ പറയുന്ന ഫാക്റ്റിൽ നിന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. 6ാമതായിട്ട് സർട്ടിഫിക്കറ്റ് ഷോയിങ് പ്രൂഫ്, അതായത് നമ്മുടെ കാസ്റ്റ്, PWD, അതുപോലെ എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ല, അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റിലായിരിക്കണം. ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ അതിൻ്റെ കോപ്പി നിങ്ങൾ സെൽഫ് ടെസ്റ്റ് ചെയ്ത് വെക്കണം. 7ാമതെന്ന് പറയുന്നത് സെൽഫ് ഡിക്ലറേഷൻ OBC NCL ആണെങ്കിൽ, അതായത് OBC NCL ആണെങ്കിൽ നമ്മൾ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന് പുറമെ നമ്മൾ എന്താണ് ക്രിമിലിയർ വിഭാഗത്തിൽ പെട്ടവരല്ലാന്ന് തെളിയിക്കുന്നുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ തന്നെ എന്താണ് ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലൊക്കെ ജോയിൻ ചെയ്ത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 8ാമത് ആധാർ ഉണ്ടെങ്കിൽ അത് വെക്കാനാണ്. അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് സെൽഫ് ടെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സെൽഫ് ടെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഇപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തില്ലെങ്കിൽ അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഉള്ളത് വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ, ഇതാണ് ഞാൻ മാർക്ക് ചെയ്ത അഡ്രസ്സ് ഇവിടെ കാണാം, DGMHR എന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ പിൻകോഡ് 683501 എന്ന് പറയുന്ന ഇത് കംപ്ലീറ്റ് അഡ്രസ്സ്, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി നമ്മുടെ അതിന് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഒരു 10 ദിവസത്തിനുള്ളിൽ, അതായത് ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് നമുക്കിതാ ഇവിടെ കാണാം 20/5/2025 ആണ്. ഓക്കെ, അതായത് May 20 ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ്. അതായത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ട അവസാന തീയതി 20. എന്നാൽ നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട തീയതി 30/5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. സ്റ്റേജ് 2 നമ്മൾ 2 സ്റ്റേജാണല്ലോ പറയുന്നത്, ഒന്ന് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുക, 2 നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി, അവിടെ എത്തേണ്ട അവസാന തീയതി 30/5 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന കവറിലുണ്ടല്ലോ എൻവലപ്പിൻ്റെ മുകളിൽ ഈ വാചകം എഴുതാൻ മറക്കരുത്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക്, അഡ്വർടൈസ്മെൻറ്റ് നമ്പറും പാടെ എഴുതണം. 2/2025 നിങ്ങൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിലായിട്ട് എഴുതണം. ഇങ്ങനെയാണ് നമ്മളിത് അയച്ചു കൊടുക്കേണ്ട രീതി. ഇനി ഞാനിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലേതെങ്കിലും കാര്യങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാതെ പോസ്റ്റലായിട്ട് മാത്രം അയക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ഫോം മാത്രം ഫില്ല് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് അപേക്ഷ കംപ്ലീറ്റ് ആവില്ല. ഈ പറഞ്ഞ രീതിയിൽ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ആമസോൺ, അതുപോലെ അങ്ങനെയുള്ള വർക്ക് ഫ്രം ഹോം പോലെയുള്ള ജോലികളും അല്ലാത്ത മറ്റു എയർപോർട്ട് ജോബ്സ്, ജോബ് ഫെയർ, ഇൻറ്റേൺഷിപ്പ്, അപ്രൻറ്റിഷിപ്പ് തുടങ്ങിയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ലിങ്കുകളും കറക്റ്റ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേ അതിലൂടെ കാണിക്കുകയും വളരെ ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും, അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ GeoCL എജുലാൻഡ് എന്നുള്ള ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി GeoCL എജുലാൻഡ്, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടാവും. ഇനി ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾക്ക് കാണാം ഫാക്ട്, അതുപോലെ കേരള ജോബ്സിലും കാണാം ഫാക്ട് ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ മതി. വേറെ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോരും കേട്ടോ. 5 പോസ്റ്റ് അതിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫാക്ട് കേരള ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്നു. പോസ്റ്റ് ഓപ്പൺ ആക്കുക ആദ്യം ചെയ്യേണ്ടത്. പോസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. ക്ലിക്ക് ചെയ്യുന്നിടത്ത് ഓപ്പൺ ആക്കാം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൽ 2 ലിങ്ക് ഇവിടെ കാണാം നിങ്ങൾക്ക്, ഒന്ന് ഓൺലൈൻ, ഓഫ്ലൈൻ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനാണ്. ഓൺലൈൻ്റെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കാം. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത്
നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൽ ഐ ഡി വേറെ മെയിൽ ഐ ഡി യൂസ് ചെയ്യേണ്ട, അതിനനുസരിച്ച് നിങ്ങൾക്കത് സ്വിച്ച് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ സെയിം മെയിൽ ഐ ഡിനെ ഇവിടെ കൊടുക്കണം കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്യണം, ഞാൻ അവിടെ ടൈപ്പ് ചെയ്താണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് എന്താ വെച്ചാൽ SSLC ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ പേരോടെ ടൈപ്പ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളോട് ടൈപ്പ് ചെയ്യണം. മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളോട് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, അത് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. PWD ശാരീരിക പ്രശ്നമുള്ള വിദ്യാർത്ഥികൾ, ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ചാൽ പിന്നെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ പേര് എന്താ വെച്ചാൽ അത് കൊടുക്കാം. ഫാദറിൻ്റെ പേര് ഇതൊക്കെ SSLC ബുക്കിൽ അതുപോലെ തന്നെ കൊടുക്കാം. ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഡൊമസൈൽ നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവരാണോ എന്നുള്ളതാണ്. ആണെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അക്ഷയയിൽ പോയാൽ നിങ്ങൾക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഇവിടെ ഫുൾ അഡ്രസ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അവിടെ കൊടുക്കാം. ഓക്കെ, ഫുൾ അഡ്രസ്സ് ആണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പോസ്റ്റൽ അഡ്രസ്സ് ഇല്ലല്ലോ. പിന്നെ പോസ്റ്റ് ഓഫീസ് ഏതായിരിക്കും അത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ വെറുതെ ടൈപ്പ് ചെയ്താണ്, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഒരു പർപ്പസാണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതായിരിക്കും അതിന് സെലക്ട് ചെയ്യാം. കേരള എന്നുള്ള സെലക്ട് ചെയ്യാം. പിന്നെ അതോടെ പിൻ കോഡ് ഇവിടെ നിങ്ങളുടെ പിൻ കോഡ്, പോസ്റ്റൽ പിൻ കോഡാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ഫോൺ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. 2 ഫോൺ നമ്പർ കൊടുക്കാം. ഇവിടെ നെക്സ്റ്റ് അടിക്കാം. അങ്ങനെ നെക്സ്റ്റ് അടിച്ചാൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഏതാണ്, BCom ആണോ, BA ആണോ, BSc ആണോ, BBA കഴിഞ്ഞവരാണെങ്കിൽ BSc, ഇതൊക്കെ 3 വർഷം ഡ്യൂറേഷനോ അല്ലെങ്കിൽ 6 സെമസ്റ്റർ ഡ്യൂറേഷനോ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. 4 ഇയറോ അല്ലെങ്കിൽ 8 സെമസ്റ്റർ ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതും പറ്റണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ 3 ഇയർ അല്ലെങ്കിൽ 6 സെമസ്റ്റർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. ഇനി ഇതിലൊന്നും പെടാത്താണെങ്കിൽ ഇനി അതർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ, നിങ്ങളുടെ സ്പെഷ്യലൈസേഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, കൊമേഴ്സ് ആണോ, അതിൽ ഇനി നിങ്ങൾ BSc കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, അല്ലെങ്കിൽ BA ഹിസ്റ്ററി ആണോ, ഏതാണ് നിങ്ങളുടെ ആ ഒരു സ്പെഷ്യലൈസേഷൻ. ഡിഗ്രി ഗ്രാജുവേഷൻ നിങ്ങൾ ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്, അത് കൊടുക്കുക അവിടെ. പിന്നെ അതിനുശേഷം നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഇയർ ഓഫ് പാസിംഗ് ആണ്. ഡിഗ്രി പാസ്സായ ഇയറും മന്തും ഡേയും ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രോപ്പറായിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് അവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA അതായത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടേറ്റ് മാർക്ക് ഷീറ്റിൽ ഉണ്ടാവും. അതായത് CGPA നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടാവും. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഫാക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ഇനി എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ദെൻ എക്സ്പീരിയൻസ് 2 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കാം. അങ്ങനെ 3 എക്സ്പീരിയൻസ് ഫില്ല് ചെയ്യാനുള്ള കോളുണ്ട്. എക്സ്പീരിയൻസ് 3 ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കാം. ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ്. 1/5/2025 കണക്കാക്കി നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും കൊടുക്കേണ്ട, ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്ലോഡ് ഫില്ഡ് ആൻഡ് സ്കാൻഡ് പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം. നമ്മുടെ ഫാക്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അത് സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഏതാണ് ആ ഫോം എന്ന് വെച്ചാൽ ഇതാണ്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആഡ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ മുൻപ് ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. എന്നിട്ട് സ്കാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് സബ്മിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ റീസെൻ്റ് ആയിട്ട് പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. നിങ്ങളുടെ നെയിം ഇതൊക്കെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതുപോലെ കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററിന് നിങ്ങൾ ഈ നെയിമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ മാരീഡ് ആണെങ്കിൽ മാരീഡ്, ഫാദർ നെയിം, അഡ്രസ്സ്, മെയിലൊക്കെ നിങ്ങൾ ഏതാണോ ഇവിടെ കൊടുക്കുന്ന മെയിൽ അതുപോലെ തന്നെ മെയിൽ ഇവിടെയും കൊടുക്കുക. ഫോൺ നമ്പർ. പിന്നെ EPF എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ആണ്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നും വേണ്ട, നമുക്ക് ESI വേണ്ട. ഇവിടെയൊക്കെ എന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള എന്നെ ഇട്ട് കൊടുത്താൽ മതി ക്യാപിറ്റൽ ലെറ്ററിൽ. അതുപോലെ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കുക, ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ 10ാം ക്ലാസ് മുതൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എങ്ങനെയായിട്ട് ഫില്ല് ചെയ്യുക.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് +2 ഏതാഴ്ച നിങ്ങൾ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, സ്റ്റഡി ഫ്രമും ടു ആ പീരീഡ് ഓഫ് ടൈം എത്ര ആഴ്ച അത് ഡ്യൂറേഷൻ കൊടുക്കുക, പെർസെൻറ്റേജ്, ദെൻ പാസിങ് മന്ത് ആൻഡ് ഇയർ കൊടുക്കുക, ഡേ കൊടുക്കേണ്ട മന്ത് ആൻഡ് ഇയർ, ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇനി അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ അപ്രൻറ്റീഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ കൊടുക്കണ്ട, അത് മുകളിൽ തന്നെ വേറെ കോളുണ്ട്, ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി, നിർബന്ധമില്ല. പിന്നെ ടോട്ടൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ കൗണ്ട് ചെയ്തിട്ട് എത്ര ഇയർ, എത്ര മന്ത്, എത്ര ഡേ എന്നുള്ളത് കൊടുക്കാനാണ്. അതിൽ ഈ പറയുന്ന 1/5/2025 കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേര് എഴുതാം, നിങ്ങൾ അതിന് ശേഷം നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ എഴുതാം, കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്തിട്ട് ഇവിടെ ആഡ് ഫയലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് പിന്നീട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഞാനിവിടെ നെക്സ്റ്റ് അടിച്ച് അടുത്ത സബ്മിറ്റ് ആണോ എന്ന് അറിയില്ല, മേ ബി ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആയി കൊണ്ടായിരിച്ചിട്ടാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാത്തത്. നിങ്ങൾ അവിടെ നെക്സ്റ്റ് അടിച്ച് എന്താ ചോദിക്കുന്നതനുസരിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തു. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഈ നമ്മൾ ഫില്ല് ചെയ്ത നമ്മുടെ ഒറിജിനൽ അപ്ലിക്കേഷൻ ഫോമും അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സും വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ അങ്ങനെ വെച്ചാൽ മെയ് 30 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ നിശ്ചിത അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യണം. അതും പാടെ ചെയ്താലാണ് നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മെയിലിലേക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ഇൻബോക്സിൽ പോയാൽ കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ നമ്മളത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുപാട് അവിടെ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി നിങ്ങൾ മറക്കണ്ട, 40% എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിൽ ഇനി ഓഫർ കിട്ടുകയാണ്. നിങ്ങൾ GOCL ക്യാപിറ്റൽ ലെറ്ററിൽ സ്പേസ് ഇല്ലാതെ 40 അടിച്ചാൽ മതി, 200 രൂപയുടെ നിങ്ങൾക്ക് അതിന് മൈനസായി കിട്ടും. ആദ്യത്തെ 100 പേർക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജോബ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്തരം ജോബ്സൊക്കെ നിങ്ങൾക്ക് യാതൊരുവിധ ഇതില്ല. നമ്മുടെ ആപ്പ് ആൻഡ്രോയിഡ് ആപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ GOCL ജുലാന്തിരൻ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.